അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് റിയാദുസ് സ്വാലിഹീൻ്റെ 19ാമത്തെ ക്ലാസ്സാണ്. ക്ഷമയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് നോക്കാം. വാൻ ഇബ്നു മസ്ഊദി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലമ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സതകൂനു ബഅദിഹി അസറത്തു വ ഉമൂറു തൻകിറൂനഹ. എനിക്കു ശേഷം അർഹരെ തഴഞ്ഞ് എല്ലാം സ്വന്തമാക്കൽ ഉണ്ടാകും. വ ഉമൂറുൽ തുൻകിറൂനഹ, അതേ പ്രകാരം തന്നെ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാലു, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ് വമാ നഅ്മുറൂന, അള്ളാഹുവിൻ്റെ റസൂല്, അത്തരം സന്ദർഭം വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിക്കുന്നത്? കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തോദൂനൽ ഹഖുല്ലദീ അലൈക്കും വതസ്സലൂന അല്ലാഹുല്ലദീ ലക്കും. നിങ്ങൾ ബാധ്യതകൾ നിറവേറ്റുക, നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഇത് മുത്തഫഖു അലൈഹിയാണ്. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കാം. വബി യഹ്യ ഉസൈദ് ബിനു ഹുലൈരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അന്ന റജുലൻ മിനൽ അൻസാരി കാല, തീർച്ചയായും അൻസാരികളിൽ പെട്ടതായ ഒരു മനുഷ്യൻ, കാല, അദ്ദേഹം നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അലാ തസ്താമിൽനി കമാ ഇസ്താമലത്ത് ഫുലാന, ഇന്ന വ്യക്തികളെയൊക്കെ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരാക്കിയല്ലോ, അതുപോലെ എന്നെയും ഉദ്യോഗസ്ഥന്മാർക്കുമോ എന്ന് ചോദിച്ചു. വകാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതൽകൗന ബഅദി അസറത ഫസ്ബിറു ഹത്താ തൽകൗനി അലൽ ഹൗലി. എനിക്ക് ശേഷം അർഹരെ തഴഞ്ഞുകൊണ്ട് സ്വന്തമാക്കൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക, ഹത്താ തൽകൗനി അലൽ ഹൗലി, ഹൗലുൽ കൗസറിൻ്റെ സമീപത്ത് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? എൻ്റെ കാലശേഷം അർഹരെ തഴഞ്ഞ് അവകാശങ്ങൾ സ്വന്തമാക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ഏതുവരെ? ഹൗലുൽ കൗസറിൻ്റെ സമീപത്ത് എന്നെ കാണുന്നതുവരെ നിങ്ങൾ ക്ഷമിക്കുക. ഇത് മുത്തഫഖു അലൈഹി, ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. അടുത്ത ഹദീസ് നോക്കിയാലോ. വൻ നബി ഇബ്രാഹിമു അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമാ. ബഹുമാനപ്പെട്ട അബൂ ഔഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അയ്യാമിഹില്ലത്തി ലക്കി ഫീഹാ ഉദുവ. ശത്രുക്കളുമായി മുഖാമുഖം നിന്ന സന്ദർഭങ്ങളിൽ, ഇൻതവറു ഹത്താ ഇദാ മാലത്ത ശംസു കാമ ഫീഹി. ശത്രുക്കളുമായി മുഖാമുഖം നിന്ന ചില യുദ്ധ ദിവസങ്ങളുണ്ട്. ആ സമയത്ത് യുദ്ധം ആരംഭിക്കാതെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഫക്കാല, അങ്ങനെ ഉച്ച കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, യാ അയ്യുഹന്നാസു ലാ തതമന്നൗ ലിഖാഹൽ ഉദൂ. ഓ ജനങ്ങളെ, നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. വസലുല്ലാഹു ആഫിയത്ത്, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ഫൈദാ തഖീതുമൂഹും ഫസ്ബിറു, നിങ്ങൾ ശത്രുക്കളെ നേരിടേണ്ടി വന്നാൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. വഅലമു, തീർച്ചയായും നിങ്ങൾ അറിയുക, അന്നൽ ജന്നത തഹ്ത ളിലാലി സുയൂഫി, തീർച്ചയായും സ്വർഗമുണ്ടല്ലോ ലിലാലി സുയൂഫ്, ആളുകളുടെ നിഴലുകളിലാണ് സ്വർഗമെന്ന് നിങ്ങൾ അറിയുക. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് പോകണമെന്നില്ല. ശത്രുക്കളോട് നേരിടാൻ നിങ്ങൾ കൊതിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക. ശത്രുക്കളോട് നേരിടേണ്ടി വന്നാൽ അവിടെ ക്ഷമിക്കുകയും ചെയ്യുക. സുമകാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മുൻസിലുൽ കിതാബി വൽ മുജിരി സഹാബി, മേഘം ഇറക്കുകയും അതേ പ്രകാരം തന്നെ മേഘത്തെ ചലിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ,
വഹാസിമൽ അസാബി, ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന അല്ലാഹുവേ. ഉസിമുഹും വൻസുർന അലേഹി, അതേ പ്രകാരം ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ, അവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ശത്രുക്കളുമായി നേരിടുകയാണെങ്കിലും ആ സമയത്തും നേരിടാൻ വേണ്ടി മുന്നോട്ട് പോവാൻ പാടില്ല. അവിടെയും ക്ഷമിക്കണം. ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പറയുകയും വേണം. യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാലോ അവിടെയും ക്ഷമ കൈക്കൊള്ളണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചത്. ഇത് മുത്തഫഖു അലൈഹിയാണ്. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച ഹദീസാണ്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.